ഓക്കെ ഞാൻ ഇപ്പൊ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ ഒരു ഫാക്ടർ എന്തായിരുന്നു? അതിന്റെ ഒരു ഹോൾ സ്ക്രിപ്റ്റ്, ഐ മീൻ സ്റ്റോറി ആണെങ്കിലും അതിന്റെ ഒരു കഥാപാത്രമായാലും നമ്മൾ ഇതുവരെയും മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു കഥാ പശ്ചാത്തലമുള്ള ഒരു സിനിമയാണ് റീച്ചൽ. അപ്പം അത് എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെയുള്ള സിനിമകൾ ഒത്തിണങ്ങി നമ്മുടെ കരിയറിലേക്ക് വരുന്നത് വളരെ വിരളമായ ഒരു സംഭവമാണ്. അത് സംഭവിച്ചു എന്നുള്ളത് തന്നെ എനിക്കത് ആ സ്റ്റോറി ലൈൻ ആനന്ദിനി എൻ്റെ അടുത്ത് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ നമ്മൾ ആ കോസ്റ്റ്യൂമും അല്ല മേക്കപ്പും അല്ല ഡയലോഗും ഒക്കെ പറഞ്ഞിട്ട് ഒരു ജസ്റ്റ് ഒന്നൊരു ട്രയൽ നോക്കിയിരുന്നു എങ്ങനെ ഉണ്ടാവും എന്നറിയാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടിയത്. കാരണം നമ്മൾ യൂഷ്വലി പറയുന്ന സംസാര രീതിയിലും 1970s നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ അതിന് സംസാര രീതികൾ വ്യത്യാസമാണ്. പക്ഷെ അത് ഏറ്റവും ഒതന്റിക് ആയിട്ടും റിയലിസ്റ്റിക് ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഈ സിനിമയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ആനന്ദിനിക്ക് തന്നെയാണ്. അത്രയും ഡെബ്യൂ ഡയറക്ടറാണ്. പക്ഷെ നമുക്കൊരിക്കലും ഈ സിനിമ കാണുമ്പം ഒത്തിരി വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഒരു വ്യക്തി ചെയ്ത മൂവിയായിട്ടേ തോന്നുള്ളൂ.